Um, എനിക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ആ ഉള്ളിലുള്ളത്. എങ്കിലും അതെയോ, ഓക്കെ. ഒരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് കാര്യം, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും മരിക്കാൻ എനിക്ക് പേടിയാണ്. മരിച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ മരിക്കാൻ ഇത്ര എന്താ എക്സൈറ്റഡ് ആയിട്ട് കാണുന്നത്. അത് ബൈബിളിലൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ ജീവിതം എനിക്ക് എന്താ ക്രിസ്തുവും മരണം എനിക്ക് നേട്ടമാണെന്ന്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ആളെ കാണുന്നത്. സോ ദാറ്റ് വാസ് ടച്ചിങ്. ആൻഡ് പിന്നെ എന്താ ഞാൻ കേട്ടിട്ടുണ്ട് സൗരാജ്യം സമാഗതമായി. അത് 2000 വർഷം മുമ്പേ തന്നെ അവർ പറയുന്നുണ്ട് എത്തിപ്പോയി. അതിപ്പോഴും പറയുന്നുണ്ട്. സോ ദാറ്റ് വാസ് ബിറ്റ് കൺഫ്യൂസിങ്. അത് അന്നും വന്നു ഇന്നും വന്നു. അതെന്താ ഇങ്ങോട്ട് എത്താത്ത അല്ലേ, എന്താ കാണാൻ പറ്റാത്ത. പിന്നെ ഇത് മുഴുവൻ ഗുഡ് ന്യൂസ് അല്ല. എന്താ ബൈബിളെ സോ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളുടെ മീനിങ് എന്താണെന്ന് ആക്ച്വലി ഐ ക്യാൻ തിങ്ക് സ്ട്രൈറ്റ് നൗ. പിന്നെ ഇത് ഞാനൊന്ന് പറഞ്ഞ പോയിന്റാണ്. ഇപ്പോൾ യു മേഡ് ബിറ്റ് മോർ ക്ലിയർ. പരിസമ എല്ലാവരിലും ഉണ്ട്. ഈവൻ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരിലും ഉണ്ട്. അത് പിന്നെ എല്ലാ ചീത്ത കാര്യങ്ങളിലും ഒരു നല്ല കാര്യമുണ്ട്. അത് ദഹിക്കാൻ ഇത്തിരി പാടുള്ള വിഷയം വരുന്നു. ഇപ്പം എന്താ എൻ്റെ ജീവിതം പിന്നോട്ട് തന്നെ നോക്കുകയാണെങ്കിലും ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ്. ഓൾവേസ് ഡൗൺ ആൻഡ് അപ്സൈഡ് ആഫ്റ്റർ ദാറ്റ്. സോ ചീത്ത കാര്യം ഉണ്ടാകുമ്പം അതിനെ എന്താ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങളാണ് പിന്നോട്ട് നോക്കുമ്പോൾ ഉണ്ടാക്കണേ. ഈവൻ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ISI അവരൊക്കെ ചെയ്ത് കൂട്ടിയ ക്രൂരത അല്ലെങ്കിൽ അതൊക്കെ വായിക്കുമ്പോൾ ദൈവം ഇതിനൊക്കെ എന്ത് നല്ല സൈഡ് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ now I think like there can be something or a lot more maybe I don't know yet. So much martyrs. Yeah, we do. And when we think about it, അതേപോലെ മതമർദ്ദനം ഉണ്ടായ സ്ഥലങ്ങളിൽ ചാർച്ച പിന്നീട് നന്നായിട്ട് വളർന്ന് വന്നിട്ടുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി that can happen. ആൻഡ് പിന്നെ എന്താ ഞാൻ ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളെയും ഈവൻ ഹീലിംഗ് ആയാലും ഒരു പരിധിവരെ എൻ്റെ ചിന്താശേഷിയുടെ ആൾക്കാർ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട് ഇത് ദൈവം തന്നെ തന്ന ചിന്താശേഷിയാണ്. സോ there should be some possible way to make it sensible to me. പക്ഷേ ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഐ തിങ്ക് എന്താ അതിനകത്ത് അതിനൊരു വാക്കുണ്ട്, അളക്കാനാവാത്ത വിസ്റ്റമാണ് ഗോഡ് എന്ന രീതിയിൽ. അങ്ങനെ അളക്കാനാവാത്തൊരു വിസ്റ്റം എൻ്റെ ഈ കുഞ്ഞ് തല വെച്ച് വെറുതെ അളന്നളന്ന് കുളമാക്കണ്ട എന്നൊരു അങ്ങനെ ഒരു തോട്ട്. ആൻഡ് ദെൻ ഞാൻ പല പ്രൊഫസേഴ്സിൻ്റെ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പം അറിഞ്ഞു വെക്കുന്നത് പൊതുവെ ഞാൻ പോയി അത് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഞാനത് കണ്ടു ഞാനങ്ങ് പോകുന്നു. അങ്ങനെ അവർ ഞാൻ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ബ്രദർ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നത് കർത്താവ് എന്നെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഹിസാം എനിക്കത് കാണിച്ചു തന്നു, അല്ലെങ്കിൽ കരുണ എന്നെ കൂടെ കർത്താവ് ഒഴുക്കി, അങ്ങനെ ഒക്കെയുള്ള വേർഡ്സ് ആണ്. ദാറ്റ്സ് മോർ സൂത്തിങ് ടു ഹിയർ. പിന്നെ ബ്രദറിനെ എന്താ പറയുക കൊച്ചുകുട്ടികളെ പോലെ ആകണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ബ്രദറോട് കൊച്ചുകുട്ടിയെ പോലെ ഹെൽത്ത് ചെയ്ത് ഒച്ചമുളക് ഉണ്ടാക്കി ഗൈസ് നൈസ് ടു സീ മോർ ദാൻ എനിത്തിങ്. വെൽ ഞാനൊരു കൺഫ്യൂഷൻ ചോദിച്ചോട്ടെ? ബ്രദർ പറഞ്ഞു, ഞാൻ പല റിഫ്ലക്ഷൻ പറഞ്ഞു. ഈവൻ പ്രൊഫഡിക്കൽ സൺഡേ ഇതായാലും ഞാൻ വായിച്ചു നോക്കുമ്പോൾ എനിക്കതൊക്കെ എന്താ പറയുക വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതായത് അദ്ദേഹം പോയി തിരിച്ചു വന്നു, കർത്താവ് പിന്നെ കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു ശിവം. പക്ഷേ അതിന് വേറെ പല അർത്ഥങ്ങളുണ്ടെന്ന് ബ്രദർ പറയുമ്പോഴാണ് മനസ്സിലാണ്. ഇതേപോലെ പല അർത്ഥങ്ങളും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പം ഇതൊക്കെ മനസ്സിലാವೆങ്കിലും ഒരു ഹരിതിക്കപ്പുറത്തേക്ക് ഇതൊന്നും പിന്നെ വർക്ക് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതൊന്നും നമ്മളൊരു ഓർക്കാറില്ല. ബീന ചേച്ചി പറഞ്ഞതുപോലെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ ഇതൊന്നും ഓർക്കാറില്ല. അന്നേരം ബ്രദറായ ആൻസർ പറഞ്ഞു അത് ദുഷ്ടൻ വന്ന് എടുത്ത് കളയുന്നതാണ്. പക്ഷെ അങ്ങനെ എടുത്ത് കളയാതെ ഇരിക്കണമെങ്കിൽ നമ്മളത് അത് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം എന്നും പറഞ്ഞു വെച്ചു. അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഹോളി സ്പിരിറ്റ് വേണം. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും അത് മനസ്സിലാകാനുള്ള എന്താ പറയുക, അത് വായിക്കുമ്പം ഒന്നും മനസ്സിലാക്കി കിട്ടാറില്ല. അങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാക്കി കിട്ടുന്ന ലെവലിലേക്ക്
ഹോളി സ്പിരിറ്റ് ആക്ടിവേറ്റ് ആവുമോ, അല്ലെങ്കിൽ അങ്ങനെ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കണമെങ്കിൽ പ്രാക്ടിക്കലി ഞാൻ എന്ത് ചെയ്യും എന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഈസ് പേഴ്സണൽ പ്രെയർ. നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും ചിലർ പറയും ഞാൻ വ്യക്തിപരമായിട്ട് ഒരു കൊന്തയില്ല ആ മൂലയ്ക്ക് ഇരുന്നിട്ട്, അത് വ്യക്തിപരമായ പ്രാർത്ഥനയല്ല. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയും നമ്മുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു സല്ലാപമാണ്. അതിൽ ക്ലെൻസിങ് ഉണ്ട്. ആദ്യം ക്ലെൻസിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഈശോയെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശുദ്ധരാണ്, എന്നാലും നമ്മൾ ഈ ലോകത്തിലാണ്. അപ്പോൾ ആ ലോകത്തിൻ്റെതായ കുറേ നെഗറ്റീവ്സ് നമ്മളിൽ എല്ലാ ദിവസവും കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം. എന്നമാതിരി നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. കറക്റ്റ്, ദൈവം തന്നതാണ്. പക്ഷേ ഈ ചിന്ത രണ്ട് തരത്തിൽ ചിന്തിക്കാം. നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ, അതിനെ കഴുകിക്കളയാൻ. ജസ്റ്റ് ലൈക്ക് ഡിലീറ്റ് അവർ സ്റ്റോർഡ് മെസ്സേജ്. നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണം. എന്ന മാതിരി നമ്മളൊരു ഡിലീറ്റ് നടന്ന് കഴിയുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ റിവീൽ. അങ്ങനെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിൽ ആ ജ്ഞാനം നൽകണേ, എനിക്ക് റെവലേഷൻ നൽകണേ, റിവീൽ, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. അത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്നിട്ട് കുറച്ച് നേരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വചനം ഓർക്കും, ഓഹോ ഇതാണല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മളിങ്ങനെ ഒരു പൂ വിരിയണമായി വിരിഞ്ഞു വരും. അത് തന്നെ ഒന്ന് രണ്ട് നല്ല ചിന്ത ഇതാണ്. നമ്മൾ ഡെയിലി ഗോസ്പൽസ് വായിക്കുമ്പോൾ ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, സാംസ്, ഗോസ്പലും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിലൊരു കണക്ഷൻ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ താഴെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഇൻ്റർപ്രിറ്റേഷൻ നല്ലതാണ്. ആ ഇൻ്റർപ്രിറ്റേഷൻ ഏറ്റവും ബെസ്റ്റ് പ്രബോധനങ്ങൾ, ഇപ്പോൾ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് അങ്ങനെയുള്ള പ്രബോധനങ്ങൾ പഠിക്കുമ്പോഴാണ്, പോപ്പിൻ്റെ ടീച്ചിങ്സ് ഇതൊക്കെ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ട്, ഈ ഇൻ്റർപ്രിറ്റേഷൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനീ പറയുന്നത് എല്ലാം തന്നെ കുറേ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളതും ഇറ്റ് ഈസ് കൺഫേംഡ് വിത്ത് ദ ടീച്ചിങ്സ്. ഇപ്പോൾ ഈ പിശാച് ഒരു സൃഷ്ടിയാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? പിശാച് മാലാഖയായിരുന്നു പണ്ട്. പക്ഷെ അതിന് കാറ്റഗിസം വായിച്ചപ്പോൾ കൃത്യം അതിനകത്ത് അങ്ങനെ എഴുതിയേക്കണം. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയില്ലേ? കറക്റ്റ്. അപ്പം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനോട് നമ്മൾ സല്ലപിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, നമ്മളിപ്പോൾ വോയിസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് വലിയ പോയിൻ്റാണത്. അങ്ങനെ വോയിസ് കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത ആശയമായിട്ടോ ഇതിങ്ങനെ വിരിഞ്ഞ് വരും. ഇവിടെയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വി ഹാവ് യൂക്രിസ്റ്റിക് അഡോറേഷനിൽ ഈശോൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറയാം. ഇങ്ങനെയെല്ലാം ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ഈ നടന്ന ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉൾക്കാഴ്ചയിലൂടെ ഓൾറെഡി ഇതിൻ്റെ കീ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായി. ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് താനെ എല്ലാം മനസ്സിലാവും. ആ അർത്ഥത്തിലാണ് ആ വചനം കാണുന്നത്. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അതിൻ്റെ നീതിയും എന്തെന്ന് മനസ്സിലാക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാവും എന്നുള്ളത് ഇപ്പോൾ ക്ലിയറായി. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം മനസ്സിലായിക്കോളും. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ 4 പേരുടെ അടുത്ത് ഇന്ന് പ്രാർത്ഥിച്ചു. ആക്ച്വലി ഞാൻ കേട്ട മെസ്സേജൊക്കെ നല്ല മെസ്സേജസ് ആയിരുന്നു, എല്ലാം തന്നെ റിലേറ്റബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ വളരെ സ്കാറ്ററായിരുന്നു. എനിക്കതൊരു ഉറപ്പില്ലായിരുന്നു. ഞാൻ കിട്ടി എന്നോർത്ത് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ്. ഒരാളുടെ അടുത്ത് ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. ബാക്കി 3 പേരുടെ അടുത്ത് പറഞ്ഞതൊക്കെ ഏറെക്കുറെ ഓക്കെ ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒന്നിതാണ്. ബാക്കി ഞാൻ പേഴ്സണലി ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. താങ്ക് യു.